അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാതാ തുഹിബു അൻ തകൂൻ, ജീവിതത്തിൽ നീ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത്, അധ്യാപകൻ ക്ലാസ്സിലേക്ക് കടന്നു വന്ന് കുട്ടികളോട് ചോദിച്ചു, മക്കളെ, ഭാവിയിൽ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? കൂട്ടത്തിൽ ഏറ്റവും ചെറിയ അഹ്മദ് പറഞ്ഞു, എനിക്ക് ലോക്കോ പൈലറ്റ് ആവണം. ഉടനെ അബ്ദുറഹ്മാൻ എന്ന വിദ്യാർത്ഥി പറഞ്ഞു, എനിക്കിഷ്ടം കപ്പിത്താനാവാനാണ്. കപ്പിത്താനായി കഴിഞ്ഞാൽ കടലിലൂടെ ദീർഘനേരം യാത്ര ചെയ്യാം, പല രാജ്യങ്ങൾ സന്ദർശിക്കാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അവൻ പറഞ്ഞു. മൂന്നാമതായിട്ട് ഇബ്രാഹിം പറഞ്ഞു, എനിക്ക് ഇതൊന്നും ആകാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഡോക്ടറാവണം, എന്നിട്ട് പാവങ്ങളെ പ്രതിഫലമില്ലാതെ ചികിത്സിക്കണം. കാരണം കപ്പലൊക്കെ മുങ്ങിപ്പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതുകൊണ്ട് അത് നല്ല ജോലിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിമും അബ്ദുറഹ്മാനും തമ്മിൽ ചെറിയ തർക്കം നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അധ്യാപകൻ ഇടവിട്ട് പറഞ്ഞു, ഇത് തർക്കത്തിൻ്റെ സമയമല്ല, നമുക്ക് ബാക്കിയുള്ള കുട്ടികളുടെ അഭിപ്രായം കൂടി ചോദിക്കാമെന്ന് പറഞ്ഞു. അവരുടെ ആഗ്രഹങ്ങൾ കൂടി അറിയാനുള്ള താല്പര്യം നമുക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കുട്ടികളുടെ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ഖാസിം പറഞ്ഞു, ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഒരു കർഷകനായി ജീവിക്കാനാണ് ആഗ്രഹമെന്ന് ഖാസിം പറയുന്നു. അവിടെ മുതലാണ് നമുക്ക് എടുക്കാൻ. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫല്ലാഹ് കർഷകൻ, സറാ അല്ലെങ്കിൽ ഹറത്ത കൃഷി ചെയ്യുക, നഫാ ഉപകാരം ചെയ്യുക, ഹബ്ബ് ധാന്യം, ഖുദർ പച്ചക്കറികൾ, ദവാബ് മൃഗങ്ങൾ, ദുക്കാൻ കട, സൂക്ക് അങ്ങാടി, ഇസ്തറ വാങ്ങുക, സ്വന്ന കരകൗശലക്കാരൻ, മാഹിർ നല്ല കഴിവുള്ള സ്കിൽഫുള്ളായ ആൾ, ഇഖ്തറ കണ്ടെത്തുക, അജീബത്ത് അമ്പരപ്പിക്കുന്ന, ജുന്തി പട്ടാളക്കാരൻ, ഖാത്തല യുദ്ധം ചെയ്യുക, ജാഹദ പോരാടുക, ലബിസ ധരിക്കുക, അൻഫ ഉപകരിക്കുക, ഷുഗൽ ജോലി, ഇസ്തഹ ആഗ്രഹിക്കുക, സാഫറ യാത്ര ചെയ്യുക, ഐന എവിടെ, ദാമിൻ എപ്പോഴും, സക്കന താമസിക്കുക, ഖസ്ർ കൊട്ടാരം, ലൊഹിക ചിരിക്കുക, ഖജില ലജ്ജിക്കുക, ഖാഫ ഭയക്കുക, അബദ് ആരാധിക്കുക, വഅല പ്രബോധനം ചെയ്യുക, അമറ കൽപ്പിക്കുക, അൻഹ വിരോധിക്കുക ഒഴിവാക്കുക, മഅറൂഫ് നന്മ, മുൻകർ തിന്മ അല്ലെങ്കിൽ തെറ്റ്, ഹദറ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കുക, അഹ്സന നന്നാക്കുക, നജാഹ് വിജയം, ഇബ്തഗ ആഗ്രഹിക്കുക, ഉമ്മത്ത് സമൂഹം അല്ലെങ്കിൽ സമുദായം. അപ്പോൾ ഇത്ര വാക്കുകളാണ് ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കണേ. ഖാസിം പറഞ്ഞു, അന ഞാൻ, ലാ ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അൻ അക്കൂന ഞാൻ ആവാൻ, സായിഖൻ ഒരു ലോക്കോ പൈലറ്റ് ഡ്രൈവർ ആവാൻ ആഗ്രഹിക്കുന്നില്ല, ഔ റുബ്ബാനൻ അല്ലെങ്കിൽ ഒരു കപ്പിത്താനാവാൻ ആഗ്രഹിക്കുന്നില്ല, ഔ തൊബീബൻ അല്ലെങ്കിൽ ഡോക്ടർ ആവാനോ ആഗ്രഹിക്കുന്നില്ല, ബൽ മറിച്ച് ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ അക്കൂന ആവാൻ, ഫല്ലാഹൻ ഒരു കർഷകനാവാനാണ്. കർഷകനായി കഴിഞ്ഞാൽ അസ്റാവു ഞാൻ കൃഷി ചെയ്യും, വ അഹ്റുസു ഞാൻ കൃഷി ഇറക്കും, വലാ അഹദ യഖ്ദിമുന്നാസ വയംഫഅഹും കൽ ഫല്ലാഹ് വലാ അഹദ ആരുമില്ല, യഖ്ദിമുന്നാസ ജനങ്ങളെ സേവിക്കുന്ന ആരുമില്ല, വയൻഫഅഹും ആ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആരുമില്ല, കൽ ഫല്ലാഹി ആരെപ്പോലെ, കർഷകനെ പോലെ. അപ്പോൾ കർഷകനെ പോലെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന മറ്റൊരാളുമില്ല, അതുകൊണ്ട് ഞാൻ കർഷകനാവാനാണ് ആഗ്രഹിക്കുന്നത്. വഹുവ ആ കർഷകൻ, അല്ലതി എങ്ങനത്തെ കർഷകനാണ്, യസ്റാവു അവൻ കൃഷി ചെയ്യും, അൽ ഹുബൂബ ധാന്യങ്ങളെ, വൽ ഖുദറ പച്ചക്കറികളെ, എന്നിട്ടോ ഫയഉക്കുലുന്നാസു ജനങ്ങളത് കഴിക്കും, വദ്ദവാബു മൃഗങ്ങളും അത് കഴിക്കും. അങ്ങനത്തെ കർഷകനാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വഹുവല്ലതി അവൻ യസ്റാഉൽ ഹുബൂബ വൽ ഖുദറ പച്ചക്കറികളും ധാന്യങ്ങളും കൃഷി ചെയ്യും, ഫയഉക്കുലുന്നാസു വദ്ദവാബു അത് മൃഗങ്ങളും മനുഷ്യനും ഭക്ഷിക്കും. അങ്ങനത്തെ കർഷകനാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വഖാല സുലൈമാൻ, അപ്പോൾ മറ്റൊരു വിദ്യാർത്ഥിയായിട്ടുള്ള സുലൈമാൻ പറഞ്ഞു, അന ഞാൻ, ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ അക്കൂന താജിറൻ ഞാൻ, അക്കൂന എന്ന് പറഞ്ഞാൽ ഞാനാവാൻ, കാന ആവുക, അൻ അക്കൂന താജിറൻ ഒരു കച്ചവടക്കാരനാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കച്ചവടക്കാരനായാലോ, എനിക്കുണ്ടാകും, ദുക്കാനുൻ കടയുണ്ടാകും, കബീറുൻ വലിയ കടയുണ്ടാകും, ഫീ സൂഖിൻ കബീറത്തിൻ വലിയ തെരുവിൽ വലിയ അങ്ങാടിയിൽ എനിക്ക് വമ്പൻ കടയുണ്ടാകും. യഅ്തിന്നാസു ജനങ്ങൾ വരും, വരും, അന്നാസു ജനങ്ങൾ ഇലയ്യ എന്നിലേക്ക്, എന്നിട്ടോ വയസ്തറൂൻ അവർ വാങ്ങുകയും ചെയ്യും, അവർ വസ്തുക്കൾ വാങ്ങുകയും ചെയ്യും. വഖാല ഹാമിദ് പറഞ്ഞു. അപ്പോൾ ഹാമിദ് എന്ന് പറഞ്ഞാൽ 12 വയസ്സുള്ള മറ്റൊരു വിദ്യാർത്ഥിയാണ്. അന ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അന്നക്കൂന ഞാൻ ആവാൻ, സ്വന്നാൻ നല്ല കരകൗശലക്കാരനാവാൻ,
മാഹിറൻ നല്ല സ്കിൽഫുള്ളായിട്ടുള്ള നല്ല കഴിവുള്ള കരകൗശലക്കാരൻ, മുഖ്തരിയൻ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടെത്തുന്ന ആളും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അസ്നഉ ഞാൻ നിർമ്മിക്കും, വഖ്തരിയോ ഞാൻ കണ്ടെത്തും, അൽ അഷിയ അൽ അജീബ അത്ഭുതപ്പെടുത്തുന്ന അമ്പരപ്പിക്കുന്ന വസ്തുക്കളെ ഞാൻ എന്ത് ചെയ്യും? ഉണ്ടാക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, റോഡ് സൈഡിലൊക്കെ പല പല വസ്തുക്കൾ ഉണ്ടാക്കുന്ന കരകൗശല വിദഗ്ധരെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഞാൻ അങ്ങനെയാവും എന്നാണ് പറയുന്നത്. വക്കാല ഖാലിദ്, അപ്പോൾ ഖാലിദ് പറഞ്ഞു, അന ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ അക്കൂന ആവാൻ, ജുന്തിയൻ സൈനികനാവാൻ, ഭടനാവാൻ, ഖബിയൻ നല്ല മസിലൊക്കെ പെരുപ്പിക്കുന്ന ശക്തനായ ഒരു സൈനിക ഭടനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഉഖാത്തിലു ഞാൻ യുദ്ധം ചെയ്യും, അൽ കുഫാറ കാഫിര്യങ്ങളോട്, വൽ മുശ്രിക്കീന മുശ്രിക്കീങ്ങളോടും, ഉജാഹിദു ഞാൻ പോരാടും, ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. വഖാൽ അബ്ദുൽ കരീം, അപ്പോൾ അബ്ദുൽ കരീം പറഞ്ഞു, അന ഒഹിബു. അബ്ദുൽ കരീം എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ചിരിപ്പിക്കുന്ന, കുട്ടികളെ ചിരിപ്പിക്കാൻ വേണ്ടി പലതും പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് അബ്ദുൽ കരീം. അന ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ അക്കൂന ഞാൻ ആവാൻ, ഖനിയൻ കബീറൻ വലിയ ധനാഢ്യനാവാൻ, വലിയ പണക്കാരനാവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അൽബസു ഞാൻ ധരിക്കും, മാ ഒന്നിനെ, ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നിനെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെ ഞാൻ ധരിക്കും, വാക്കുലു ഞാൻ ഭക്ഷിക്കും, മാ ഒന്നിനെ, അസ്തഹി ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നിനെ ഞാൻ ഭക്ഷിക്കുകയും ചെയ്യും, ഉസാഫിറു ഞാൻ യാത്ര ചെയ്യും, ഇലാ ഐന ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ഞാൻ യാത്ര ചെയ്യുകയും ചെയ്യും. അല്ലയോ, അങ്ങനെ ധനാഢ്യനായി കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ വദായിമൻ എപ്പോഴും ഐന്തി എൻ്റെ അടുത്തുണ്ടാകും, മാലുൻ കസീറുൻ ഒരുപാട് ധനമുണ്ടാകും, വാസ്കുനു ഞാൻ താമസിക്കും, ഫി ഖസ്രിൻ കൊട്ടാരത്തിൽ, കബീറിൻ വലിയ കൊട്ടാരത്തിൽ ഞാൻ താമസിക്കുകയും ചെയ്യും. അപ്പോൾ ധനം ഉണ്ടായാൽ ഞാൻ അതൊക്കെ ചെയ്യുമെന്നാണ് ആര് പറയുന്നത്? അബ്ദുൽ കരീം. അവൻ്റെ ആഗ്രഹം വലിയ അംബാനിയോ അല്ലെങ്കിൽ ബിൽഗേറ്റ്സോ ഒക്കെ ആവാനാണ് അവൻ്റെ, അല്ലെങ്കിൽ കാർലോസ് സ്ലിമ്മോ ഒക്കെ ആവാനാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ ലഹിക്കൽ ഔലാദു, അപ്പോൾ കുട്ടികൾ ചിരിച്ചു, മിൻ ഖൗലി അബ്ദുൽ കരീം, അബ്ദുൽ കരീമിൻ്റെ വാക്ക് കേട്ട്, ആ വാക്കിൽ നിന്ന്, ആ വാക്ക് കൊണ്ട് കുട്ടികൾ ചിരിച്ചു. ഖജില അബ്ദുൽ കരീം, അതിൻ്റെ പൊട്ടത്തരം മനസ്സിലായപ്പോൾ അബ്ദുൽ കരീം ലജ്ജിച്ചു. ഖാല മുഹമ്മദ് പറഞ്ഞു, അന ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ അക്കൂന ഞാനാവാൻ, ഹാലിമൻ ഒരു പണ്ഡിതനാവാൻ ആഗ്രഹിക്കുന്നു. പണ്ഡിതനായാൽ അഖാഫു ഞാൻ ഇഷ്ടപ്പെടും, അള്ളാഹുവിനെ, വഅബുദു ഞാൻ ആരാധിക്കും, ഹു അള്ളാഹുവിനെ. മനസ്സിലായോ? അഖാഫു ഞാൻ പേടിക്കും, ഭയക്കും, അള്ളാഹുവിനെ, വഅബുദു ഞാൻ ആരാധിക്കും, ഹു അള്ളാഹുവിനെ, വഅഇലു ഞാൻ പ്രബോധനം ചെയ്യും, അന്നാസ ജനങ്ങളെ, വആമുറു ഞാൻ കൽപ്പിക്കും, ഹും ആ ജനങ്ങളെ, വആമുറു ഞാൻ കൽപ്പിക്കും, ഹും ആ ജനങ്ങളെ, ബിൽ മഅറൂഫി നന്മ കൊണ്ട്, വഅൻഹ ഞാൻ വിരോധിക്കും, ഞാൻ നിരോധിക്കും, ഞാൻ എതിർക്കും, ഹും ആ ജനങ്ങളെ, അനിൽ മുൻകരി തെറ്റിനെ തൊട്ട് ഞാൻ അവരെ എതിർക്കുകയും ചെയ്യും, വ ഉഹദിറു ഞാൻ ബോധവാന്മാരാക്കും, ഹും ആ ജനങ്ങളെ, അദാബല്ലാ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് ആ ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യും. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഖാലൽ മുഅല്ലിം അധ്യാപകൻ പറഞ്ഞു, അഹ്സൻതും നിങ്ങൾ നന്നായി ചെയ്തിരിക്കുന്നു, അഹ്സൻതും നിങ്ങൾ നന്നായി ചെയ്തിരിക്കുന്നു, യാ ഉലാദി എൻ്റെ മക്കളെ നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളാണ്. അന ഞാൻ പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാന്ന് പറയില്ല അല്ലേ, അതോ ഞാൻ പ്രാർത്ഥിക്കും, ലക്കും നിങ്ങൾക്ക് വേണ്ടി, ബി തൗഫീഖിന് വേണ്ടിയിട്ടും, തൗഫീഖ് വൻ നജാഹി വിജയം ലഭിക്കാനും അതിന് തൗഫീഖ് ഉണ്ടാവാനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വാന ഞാൻ പ്രാർത്ഥിക്കും, ലക്കും നിങ്ങൾക്ക് വേണ്ടി, ബി തൗഫീഖ് വൻ നജാഹി വിജയമുണ്ടാവാനും വിജയത്തിന് തൗഫീഖ് ഉണ്ടാവാനും. വലാക്കിൻ പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വലാക്കിൻ പക്ഷേ കുനു നിങ്ങളാവണം, മുസ്ലിമീന നല്ല മുസ്ലിമീങ്ങളാവണം. എന്നിട്ടോ വബ്തഗു നിങ്ങൾ ആഗ്രഹിക്കണം, അള്ളാഹുവിനെ, ബി അമലിക്കും നിങ്ങളുടെ അമൽ കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ ആവണം, അള്ളാഹുവിൻ്റെ കൂലിയാവണം. ജനങ്ങൾക്ക് വേണ്ടിയാവരുത് നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ നിസ്കാരം, നിങ്ങളുടെ നോമ്പൊന്നും ജനങ്ങൾക്ക് വേണ്ടിയാവരുത്. കൂനു മുസ്ലിമീന നിങ്ങൾ മുസ്ലിങ്ങളാവണം, വബ്തഗു നിങ്ങൾ ആഗ്രഹിക്കണം, അള്ളാഹുവിനെ, ബി അമലിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, വൻഫാവു നിങ്ങൾ ഉപകാരം ചെയ്യുക, ദീനിന് ഉപകാരം ചെയ്യുക, ബിശുഗലിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, അങ്ങനെ ദീനിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. വൻഫാവു നിങ്ങൾ ഉപകരിക്കുക, ഉപകാരം ചെയ്യുക, ദീനിന്, വിശുഗലിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ജോലികൾ കൊണ്ട്, വഖ്തിമു നിങ്ങൾ സേവനം ചെയ്യുക, നിങ്ങൾ സേവിക്കുക, അൽ ഉമ്മത നമ്മുടെ മുസ്ലിം സമുദായത്തെ, നമ്മുടെ സമൂഹത്തെ നിങ്ങൾ സേവിക്കുക, അവർക്ക് സേവനം ചെയ്യുക,
ബിഅൽമിക്കും നിങ്ങളുടെ അറിവ് കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്ന വിജ്ഞാനം കൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുക, അവർക്ക് നന്മ പറഞ്ഞത് കൊടുക്കുക, അവരെ തിന്മയിൽ നിന്നും വിരോധിക്കുക, പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, മാതാപിതാക്കളോട് വളരെ നല്ല രീതിയിൽ പെരുമാറുക. അങ്ങനെ സമൂഹത്തിനും നാടിനും വീടിനും ഉപകാരമുള്ള മക്കളായി മാറുക. വഖ്ദിമു നിങ്ങൾ സേവിക്കുക അൽ ഉമ്മത്ത നിങ്ങളുടെ സമുദായത്തെ ബിഇൽമിക്കും നിങ്ങളുടെ വിജ്ഞാനം കൊണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നെടുക്കുന്നത്. പഠിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.